ഒരു മിനിറ്റ് അമ്മളിക്കുട്ടി ചേട്ടാ ദേ വരിക. എവിടെ? ദേ വന്ന് ഇരിക്കെ. ആ അടുക്കളയിലായിരുന്നു. അടുക്കളയിലായിരുന്നു. എന്ത് പരിപാടി? കറി വെക്കണം. എനിക്കിതൊക്കെ തന്നെയല്ലേ പരിപാടി. എവിടെ? അവളെവിടെ ഉണ്ടെന്ന് കളിക്കാൻ പോയിണ്ടാവും. അല്ല, ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ്. ഇവന് ഓരോരോ ദിവസം ഓരോ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കാൻ പറ്റില്ലേ? ഉറക്കം വരുന്നില്ല അവന്. ആ പിന്നെ വേറെ ആരെയൊക്കെ കുറിച്ച് ഞാൻ പറയാം. എന്താ പ്രശ്നം? ആ പള്ളിക്കെതിരെ സമരം ചെയ്യാൻ പോണെന്ന്. ആര്? നിന്റെ ഭർത്താവ് ക്ലീറ്റസ്. വേറെ ആര്? പിന്നെ ആരോ പറ്റിച്ചതാണ് അമ്മിക്കുട്ടൻ ചേട്ടനെ. ആരെ പറ്റിച്ചത്? ഇത് ആരെ പറ്റിച്ചെന്നല്ല, ആൾക്കാരൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നടരാജനെയും മറ്റേ അൻസാറിനെയൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തിന്? പള്ളിയായിട്ട് എന്തായാലും ക്ലീറ്റോനൊരു പ്രശ്നമില്ലല്ലോ. പള്ളിയായിട്ട് ക്ലീറ്റോയ്ക്ക് ഒരു പ്രശ്നമില്ല. ആ സുരേന്ദ്രൻ മുതലാളിയും പള്ളിയായിട്ടാണ് ഇപ്പം പ്രശ്നം. അതിന് ക്ലീറ്റോൻ എന്താ? അതാണ് കഥ. ആ സുരേന്ദ്രൻ മുതലാളി പണ്ടം കണ്ട് ഒരു ഏക്കർ സ്ഥലത്തിൽ നിന്ന് ഒരു 50 സെന്റ് വിറ്റത് ഓർമ്മയുണ്ട? പള്ളിക്കാരല്ലേ അത് വാങ്ങിച്ചത്, പള്ളിയുടെ അടുത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട്. ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 1 ഏക്കർ ഒരിടം പള്ളിയുടെ അടുത്തുണ്ട്. അത് ഒരു 50 സെന്റ് പള്ളിക്കാരെ വാങ്ങിച്ചു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും അതിപ്പോ പള്ളിക്കാർ സെമിത്തേരി ആക്കാൻ പോകും. ഇതിപ്പോ ഇവിടെ സെമിത്തേരി വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള സ്ഥലമൊന്നും വിറ്റ് പോവില്ല. ഇപ്പൊ അഡ്വാൻസ് വാങ്ങിച്ചവരാണ് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ, തിരിച്ചു ചോദിക്കുകയാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് ഈ സുരേന്ദ്ര മുതലാളി ഈ ക്ലീറ്റസിനെ പിടിച്ച് ഫ്രണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ മണ്ടനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം ഒന്നും അവനോട് അവന് കുറച്ച് പൈസ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, 10-15,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ആ വ്യവനെ ഫ്രണ്ട് നിർത്തി കളിക്കുകയാണ്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ? യവ ഒരു ദൈവവിശ്വാസി, ആ പള്ളിയിലല്ലേ പോകുന്നേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ സഭയെ കയറ്റുമോ? ഒന്നാമതേ ഇവൻ ഒരൊറ്റ നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഇനി സഭക്കാരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ എന്താവും? അവസ്ഥ ഇവൻ മരിച്ചാൽ പോലും അതിനകത്ത് അടക്കാൻ പറ്റുമോ? തെമ്മാടി കൂടി കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ വരുമ്പോഴും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, എൻ്റെ മേൽ കുതിര കയറാൻ വരും. ഇത് സാധാരണ ഇതല്ല, സാധാരണ രീതിയിലുള്ള പ്രശ്നമല്ല. ഇതുവരെ ഉണ്ടായിക്കൊണ്ടുവന്ന സാധാരണ ഒരു പ്രശ്നമല്ല. പള്ളിക്കാരാണ്, അല്ല പിന്നെ മതത്തിൻ്റെ കാര്യമാണ്. മതത്തിന് വെച്ചൊന്നും കളിക്കരുത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരല്ലേ, എല്ലാ മതക്കാരും വേണ്ടി അവന്. അങ്ങനെ കൊല്ലം മനസ്സിലായ? അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കും കേട്ടാ. ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. വേണ്ട ചായ അവിടെ നിന്ന്